നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. 2010 തലശ്ശേരി നഗരസഭ പഴയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ആധുനിക സംവിധാനങ്ങളോടെയുള്ള മത്സ്യ മാർക്കറ്റ്, ഇന്ന് ആ മത്സ്യ മാർക്കറ്റിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. മത്സ്യ മാർക്കറ്റിൻ്റെ പല ഭാഗവും ചോർന്നൊലിക്കുകയാണ്. മഴവെള്ളവും ഒപ്പം മത്സ്യം കഴുകിയുള്ള വെള്ളവും മത്സ്യ മാർക്കറ്റിനകത്ത് തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ. മത്സ്യ മാർക്കറ്റ് ഒന്നടങ്കം വൃത്തിഹീനമായതോടെ ജനങ്ങൾ ഒന്നടങ്കം ആ മാർക്കറ്റിനെ കൈയൊഴിയുന്ന സ്ഥിതിയാണ്. മുൻപ് വലിയ വ്യാപാരം രാവിലെയും വൈകിട്ടുമൊക്കെ നടന്നിരുന്ന മത്സ്യ മാർക്കറ്റിൽ ഇപ്പോൾ ആളുകളെ കാണാനേയില്ല. അതുകൊണ്ട് തന്നെ മത്സ്യവ്യാപാരവും കുത്തനെ ഇടിഞ്ഞു. ഇതോടെ മത്സ്യത്തൊഴിലാളികളും മത്സ്യ വിപണന രംഗത്തുള്ളവരും അവരുടെ കുടുംബങ്ങളും ഒക്കെ തന്നെ വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ നിരവധി കുടുംബങ്ങൾ വരും ദിവസങ്ങളിൽ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. തലശ്ശേരി മത്സ്യ മാർക്കറ്റ് സംരക്ഷിക്കാൻ അധികാരികൾ നടപടിയെടുക്കുമോ? അതിനുള്ള അടിയന്തര ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ വിഷയമാണ് ഈ ആഴ്ച ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തലശ്ശേരി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള COT ഷബീർ, മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന ജനറൽ സെക്രട്ടറി സാഹിർ പാലക്കൽ, ഫിഷ് മർച്ചന്റ് ഗിൽഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഹക്കീം എന്നിവരാണ്. 3 പേരെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം ഈ മത്സ്യ വിതരണ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകുന്നു. ആദ്യം സാഹിർ പാലക്കലിലേക്ക് പോവുകയാണ്. ശ്രീ സാഹിർ പാലക്കൽ, ഈ തലശ്ശേരി മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ പ്രശ്നങ്ങളെക്കാൾ അപ്പുറത്ത് ഞങ്ങള് തലശ്ശേരിയോളം പഴക്കമുള്ള പൈതൃകം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് തലശ്ശേരിയിലെ മത്സ്യ മാർക്കറ്റ്. തലശ്ശേരിയുടെ മത്സ്യ മാർക്കറ്റ് പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിലനിന്നിടത്താണ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ഭരണാധികാരികളുടെ തലശ്ശേരിയുടെ വികസനാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി മാർക്കറ്റ് മാറണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ശണ്ടയും കൂടാതെ ഞങ്ങളത് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. പകരമായി ഞങ്ങൾക്ക് തന്നത് കടപ്പുറത്തുള്ള ഒരു സംവിധാനമാണ്. പക്ഷെ അത് പിന്നീട് വർഷങ്ങളോളം CT ഉമ്മറുകുട്ടി ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ കടപ്പുറത്തേക്ക് പോയത്. പിന്നീട് മാർക്കറ്റ് കാലങ്ങൾ കഴിഞ്ഞുപോയി, മാർക്കറ്റ് നവീകരണം വന്നു, മാർക്കറ്റ് നവീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 1/8/2010 ബഹുമാനപ്പെട്ട KP രവീന്ദ്രൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് അന്ന് ആ മാർക്കറ്റ് എടുത്തത്. അന്ന് അത് ഉദ്ഘാടനം ചെയ്തത് മിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണനാണ്. പക്ഷെ ആ മാർക്കറ്റ് എടുത്തപ്പോൾ തന്നെ ഒരു വെല്ലായ്മ ഉണ്ടായിരുന്നു. ആധുനിക രീതിയിലുള്ള മാർക്കറ്റായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ രൂപത്തിലുള്ള മാർക്കറ്റ് തന്നെ ആയിരുന്നെങ്കിലും പിന്നെ ക്രമേണ അത് സംവിധാനം ഇല്ലായ്മ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് പോയി. ഇന്ന് അതിന്റെ അവസ്ഥ ശോചനീയമാണ്. അതിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മാർക്കറ്റില് തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, രോഗികളാവുന്ന അവസ്ഥ, അത് കാരണം തന്നെ തൊഴിലാളികൾ വരാത്ത അവസ്ഥ, അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ മാർക്കറ്റിൽ വരാത്ത അവസ്ഥ ഈ സംജാതമാകുമ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം എന്ന നിലക്ക് ഞങ്ങളുടെ യൂണിയൻ കഴിഞ്ഞ ഭരണസമിതിക്ക് മുമ്പാകെ ഞങ്ങൾക്ക് ഇതിന്റെ പ്രപ്പോസൽ വെക്കുകയും പ്രശ്നങ്ങൾ ചർച്ച വെക്കുകയും അന്നത്തെ യമുന റാണി ടീച്ചർ അത് ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 13 ലക്ഷം ഉറുപ്പിക ഈ പദ്ധതിക്ക് വെച്ചു. പക്ഷേ 13 ലക്ഷം ഉറുപ്പികയുടെ പദ്ധതി എന്ന് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. വെറും നിലത്ത് പാകിയ ടൈൽസ് മാത്രമാണ് പാകിയത്. ഈ 13 ലക്ഷം ഉറുപ്പികക്ക് ഞങ്ങളുടെ ലൈറ്റ്, ഞങ്ങളുടെ ഇലക്ട്രിക്, ഞങ്ങളുടെ മറ്റു സംവിധാനങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല. ഇപ്പൊ പുതിയ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ്, ഇടതുപക്ഷത്തിന്റെ ചെയർമാൻ ഞങ്ങളുടെ ഒരു അനുഭാവപൂർവമുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ഷണിക്കാതെ തന്നെ തലശ്ശേരി മാർക്കറ്റ് സന്ദർശിക്കുകയും ആ സന്ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അവര് മീറ്റിംഗ് കൂടിയതിനു ശേഷം ഉദ്യോഗസ്ഥ വൃന്ദത്തെയും വൈസ് ചെയർമാനെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും മാർക്കറ്റിലേക്ക് അയച്ചു. മാർക്കറ്റിൽ വ്യക്തമായി അവർക്ക് എല്ലാം കാണാൻ സാധിച്ചു. അവരുടെ കണ്ണുകൾ കൊണ്ട് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥ, മാർക്കറ്റ് ചോരുന്നതടക്കമുള്ള ദയനീയാവസ്ഥ കാണുകയും അവരത്
ഉൾക്കൊണ്ടുകൊണ്ട് അവർ അത് എത്രയും പെട്ടെന്ന് നമുക്ക് നവീകരിച്ച് തരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഷബീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇരിക്കുമ്പോൾ പറയാനുള്ളത് ആധുനിക രീതിയിൽ തലശ്ശേരിയിൽ ഒരു മാർക്കറ്റ് വേണം. ആ മാർക്കറ്റ് സംവിധാനം ആധുനിക രീതിയിൽ മറ്റുള്ള ആളുകൾ, പുറമേ നിന്നിരുന്ന ആളുകൾ മത്സ്യം വാങ്ങിക്കാൻ വരുന്ന ഒരു സംവിധാനത്തിലേക്ക് മാർക്കറ്റ് ഉണ്ടാക്കി ഈ മാർക്കറ്റ് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ കെ ഹക്കീം, ഈ മത്സ്യ മാർക്കറ്റിലെ ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ മത്സ്യവ്യാപാരത്തെ എത്രത്തോളം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്? എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ മേഖലകളും നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞു. ഏത് മേഖല നോക്കിയാലും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ, എല്ലാ മേഖലകളും നല്ല രീതിയിൽ, മത്സ്യബന്ധന കേന്ദ്രങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന്റെ കാഴ്ചപ്പാട് തന്നെ വലിയൊരു മാറ്റം കേരളത്തിന് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് മത്സ്യ വിപണന മേഖലകളിൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ടോ ഇപ്പൊ പാലക്കൽ സാഹിർ പറഞ്ഞതുപോലെ കഴിഞ്ഞ 35 വർഷം മുമ്പേ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അവിടെ ഇപ്പം ജൂബിലി കോംപ്ലക്സ് നിലനിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് താഴെ കടപ്പുറത്തേക്ക് പറിച്ചു കണ്ടപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന സൗകര്യം പോലും നൽകാത്തൊരവസ്ഥയാണ് ഇന്നത്തെ തലശ്ശേരി മാർക്കറ്റിലുണ്ടായി. ഇപ്പൊ ഒരു ബിൽഡിംഗ് എടുത്തു എന്നല്ലാതെ, ആ ബിൽഡിംഗ് റീറ്റെയിൽ മാർക്കറ്റിനകത്ത് ഒരു ബിൽഡിംഗ് എടുത്തു എന്നല്ലാതെ യാതൊരുവിധ സൗകര്യങ്ങളോ മറ്റുള്ള ഒന്നും അവിടെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വിപണന കേന്ദ്രം എന്ന് പറയുന്നത് മത്സ്യ മാർക്കറ്റ് ഉണ്ട്. മത്സ്യ മാർക്കറ്റ് ഇന്ന് കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരിയിൽ ഇന്ന് തന്നെ കഴിഞ്ഞ 35 വർഷം മുമ്പ് നമ്മൾ ആടെ റോഡ് സൈഡിൽ വെച്ച് മത്സ്യ വിൽപ്പന നടത്തുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും മാറി കടപ്പുറത്തേക്ക് വന്നിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു വെള്ളമോ ഒരു വെളിച്ചമോ യാതൊരുവിധ പ്രാഥമിക സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു പ്രദേശത്തേക്ക് നട്ടുമാറ്റി ഒരു 35 വർഷക്കാലം ഈ ഒരു പ്രദേശത്ത് ജോലി ചെയ്തു. ഒരു മാറ്റവും സംഭവിക്കാത്ത, ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് മത്സ്യ മാർക്കറ്റ് നമ്മൾ നിലനിൽക്കുന്നത്. അതിന്റെ നമ്മുടെ ആ ഒരു മാർക്കറ്റിൽ നിന്നാണ് മറ്റ് പല മേഖലകളിലേക്ക് മുൻകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ ചുരുങ്ങി വളരെ കുറഞ്ഞ ഒരു മത്സ്യം മാത്രമേ നമ്മളെ തലശ്ശേരി മാർക്കറ്റിലും വരുന്നുള്ളൂ. അതുപോലെ തന്നെ മത്സ്യ റീറ്റെയിൽ ഔട്ട്ലെറ്റിലും അതേപോലെ തന്നെ പല സ്റ്റാളുകളും മറ്റുള്ള മേഖലകളിലൊക്കെ വന്നു കഴിഞ്ഞു. ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യത, ഇറങ്ങി വരാനുള്ള സാധ്യത ഇന്ന് വളരെ കാരണം വളരെ വൃത്തിഹീനമായ ഒരു പ്രദേശമായി മാറി നമ്മുടെ തലശ്ശേരി തീരപ്രദേശവും. ഇന്ന് എല്ലാ മേഖലകളും നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ ഒരു മേഖലയെ മാത്രം ഒരു എന്താ പറയാ ഇന്നും ആരും കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ നിങ്ങളുടെ തന്നെ ഈ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, മത്സ്യ വിപണന കേന്ദ്രങ്ങളിൽ ഇന്നും ഒരു 50 കൊല്ലം പുറകോട്ടാണുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ തലശ്ശേരി എന്നല്ല കേരളത്തിലെ അധിക മാർക്കറ്റുകൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റായിരുന്നു തലശ്ശേരി മത്സ്യ മേഖല, തലശ്ശേരിയുടെ വിപണന മേഖല. കാരണം ഹാർബർ സംവിധാനം നമുക്ക് തലായിൽ സാധിച്ചു വന്നു. പക്ഷെ തലായിലും അതിനൊരു കാര്യമായി, കാരണം എല്ലാ ഹാർബറുകളും നല്ല രീതിയിൽ വന്നപ്പോൾ തന്നെ തലായി ഹാർബറും ഇന്ന് വരെ അതൊരു ഗവൺമെന്റിന് ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ല. അതിന്റെ കൃത്യമായ അവിടെ കാര്യമായ വള്ളങ്ങൾക്കോ മറ്റുള്ള ഒന്നും പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ അനേകം ബോട്ടുകൾ വരെ വന്ന് കടപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ ഈ തലശ്ശേരി തീര പ്രദേശത്ത് നിന്ന് ബോട്ടുകൾ വന്ന് മത്സ്യം പിടിക്കുകയും കൊണ്ടുവരികയും ഇത് വിൽപ്പന നടത്തുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനമൊക്കെ നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് അന്യം നിന്ന് പോയി. അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് തലശ്ശേരിയിലേക്ക് വീണ്ടും ഇതിനെയൊക്കെ കൊണ്ടുവരുവാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നാണ്. ഇപ്പോഴത്തെ ചെയർമാൻ എന്ത് തന്നെയായാലും നമ്മുടെ ഈ മേഖലയെ സന്ദർശിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വികസന കാര്യത്തിന് വേണ്ടി നല്ലൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്താ വേണ്ടത് ചെയ്യാന്നൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും ആ ഒരു ചെയർമാൻ ഈ ഒരു കാര്യത്തിന് ഇപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വിഷയങ്ങളിൽ നല്ലവണ്ണം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യവും ചെയ്തു തരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും ഇതുവരെ തരാൻ സാധിച്ചിട്ടില്ല. അത് ഉടനെ തന്നെ തന്ന് നമ്മുടെ ഈ മത്സ്യ മേഖലയെയും മത്സ്യ വിപണന മേഖലയെയും നല്ല രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരുവാൻ നിങ്ങളുടെ ഭാഗത്തുള്ള ശ്രമം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശരി, ശ്രീ COT ഷബീർ,
വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് തലശ്ശേരി മത്സ്യ മാർക്കറ്റിലെ മത്സ്യ വിതരണക്കാരും ഒപ്പം മത്സ്യ വിതരണ തൊഴിലാളികളും ഒക്കെ തന്നെ. മാത്രവുമല്ല അവിടെ എത്തുന്നവരും വലിയ ബുദ്ധിമുട്ടിലാണ്. ആളുകൾ അങ്ങോട്ട് വരാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യം ഈ പ്രശ്നം അനുഭവിക്കുന്നത് മത്സ്യത്തൊഴിലാളികളും വിതരണക്കാരും മാത്രമല്ല, അവിടെ എത്തുന്നവരുമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെയാണ്, സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സമയം കൂടിയുമാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ അവിടെ ആ ഒരു മാർക്കറ്റ് പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഈ കഴിഞ്ഞ ദിവസം നഗരസഭാ അധികാരികൾ, താങ്കൾ ഉൾപ്പെടെയുള്ള നഗരസഭാ ഭരണാധികാരികൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകും, അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് വാക്കാൽ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. എന്ത് നടപടിയാണ് ഈ ഒരു സാഹചര്യത്തിൽ നഗരസഭ ചെയ്യാൻ പോകുന്നത്? നമസ്കാരം. ഇപ്പോ ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പൊ ഇവിടെ സാരൊക്കെ പറഞ്ഞതുപോലെ 12 ലക്ഷം രൂപ ചെലവാക്കി അവർ പറഞ്ഞ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത് ഫുള്ളായിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് ഇലക്ട്രിഫിക്കേഷൻ അടക്കമുള്ള ടെൻഡർ ഇല്ലാണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് പുതിയ ചെയർമാൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ മത്സ്യം എന്നത് ഒരു ഭക്ഷ്യവസ്തുവാണ്. അതിനെല്ലാ സൗകര്യത്തോടു കൂടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു മാസ് ക്ലീനിങ് നടക്കുകയും അതോടൊപ്പം അവിടെ വൃത്തിഹീനം എന്നുള്ള രീതിയിൽ, കാരണം പ്ലാസ്റ്റിക്സ് അടക്കം കൂട്ടിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റു മേഖലകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് കൊണ്ടിടുന്ന അവസ്ഥ അടക്കം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ദിവസം ചെയർമാനും ഞാനടക്കം അവിടെ ഒരു മാസ് ക്ലീനിങ് സംഘടിപ്പിക്കുകയും അതേപോലെ തന്നെ അവിടെയുള്ള തൊഴിലാളി നേതാക്കന്മാർ അതാക്കുകയും സാർക്കൊക്കെ വന്ന് അവരുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് വിങ്ങും നമ്മുടെ റവന്യൂ അതേപോലെ വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ വീണ്ടും രണ്ടാമത് അതിന്റെ റിക്വയർമെന്റ് എന്തെല്ലാമാണ് അവിടെ നടത്താൻ വേണ്ടി സാധിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് സന്ദർശിച്ചിട്ടുള്ളത്. അതിൽ കുറെ പോരായ്മകൾ ആദ്യം ബിൽഡിംഗ് എടുത്തതിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇറച്ചി മാർക്കറ്റ് അടക്കം അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആദ്യകാലത്ത് അത് വിഭാവനം ചെയ്തത്. അത് പിന്നീട് പോർട്ടിന്റെ സ്ഥലത്തേക്ക് ഇറച്ചി മാർക്കറ്റ് പോവുകയും ആ സ്ഥലം യൂസേജ് ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഈ വരുന്ന ഭരണസമിതി കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് തന്നെ, കാരണം എന്തെല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഈ മത്സ്യ മാർക്കറ്റിനെ ഒരു നല്ല വൃത്തിയുള്ള ജനങ്ങളൊക്കെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന് ഫണ്ടിന്റെ അപര്യാപ്തതയും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കുറെ കാര്യങ്ങൾ, കാരണം അതിന് തൊഴിലാളി നേതാക്കളൊക്കെ നമ്മളോട് അതേപോലെ തന്നെ ഹോൾസെയിലുകാരൊക്കെ നമ്മളോട് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ എന്തായാലും മാനിക്കും. എന്തായാലും മുനിസിപ്പാലിറ്റി തുടർന്ന് മുന്നോട്ടേക്ക് പുതിയ രീതിയിൽ തന്നെ, കാരണം എന്താ പറഞ്ഞാൽ ഇപ്പോ റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഹാർബറിന്റെ ഒരു ഫണ്ട് അവിടെ പാസ്സായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നവീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് വിങ് എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർ എസ്റ്റിമേറ്റിന് ശേഷം എന്തൊക്കെയാണ് എന്നുള്ളത് തൊഴിലാളി നേതാക്കളും അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ചെയർമാൻ അടക്കം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നഗരസഭ മുന്നോട്ടേക്ക് പോകും. ശ്രീ COT ഷബീർ, 2010 അന്ന് ജനകീയനായിരുന്ന നഗരസഭാ ചെയർമാൻ KP രവീന്ദ്രൻ്റെ കാലത്ത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് ഈ മത്സ്യ മാർക്കറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഈ ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്ത ആൾ കൂടിയാണ്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ആ ചടങ്ങ്. ഏറെ പ്രതീക്ഷയോടെയാണ് അന്ന് മത്സ്യ വിപണന മേഖലയിൽ മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ഈ ഒരു മാർക്കറ്റിനെ കണ്ടത്. അന്ന് വിഭാവനം ചെയ്തത് ഈ 3 നില കെട്ടിടത്തിൽ മത്സ്യ വിപണന സ്റ്റാളുകൾക്ക് പുറമെ ഇറച്ചി വിൽപ്പന സ്റ്റാളുകൾ ഉൾപ്പെടെ ആ കെട്ടിടത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ആ 3 നില കെട്ടിടം പണിതത്. ഇപ്പോൾ മത്സ്യ മാർക്കറ്റ് മാത്രമാണ് വലിയ പരാധീനതകളോടെ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ ഒരു മെല്ലെപ്പോക്കുണ്ടായത്? കൃത്യമായി നേരത്തെ വിഭാവനം ചെയ്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആ കെട്ടിടത്തിൽ കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത്? അതിനുള്ള തടസ്സം എന്തായിരുന്നു? അതായത് ആധുനിക രീതിയിൽ തന്നെ KP രവിയേട്ടൻ മുൻകൈയെടുത്തുകൊണ്ട് ഉണ്ടാക്കിയ കെട്ടിടമാണ് നമ്മുടെ മത്സ്യ മാർക്കറ്റ്. അതിലെ ഇറച്ചി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, അവരുണ്ടാക്കിയ സ്റ്റാളുകൾ അവർക്ക് സൗകര്യപൂർവ്വമല്ല എന്നുള്ള രീതിയിൽ അവരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പോർട്ടിന്റെ സ്ഥലത്തേക്കാണ് അവരെ ആദ്യകാലത്ത് അക്കോമഡേറ്റ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മുകളിലുള്ള നില നമുക്ക് പല കാര്യത്തിനും വേണ്ടി ഉപയോഗിക്കാന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനം എടുക്കുകയും അത് പരിശോധിക്കുകയും അത് സൂപ്പർ മാർക്കറ്റ് അടക്കം പിന്നെ ലൈബ്രറി അടക്കം ഒരു റിക്വയർമെന്റ് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് ഈ സാങ്കേതിക കാരണങ്ങളും മറ്റുമൊക്കെ കാരണം
മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോഴുള്ള ഭരണസമിതി അതിന് എന്തായാലും തീർച്ചയായും അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഉറപ്പു നൽകാനുള്ളത്. കാരണം പല കാര്യങ്ങളും അവിടെ ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം അവിടെ കുറെ നിർദ്ദേശങ്ങൾ അവിടെയുള്ള തൊഴിലാളികളും ഹോൾസെയിലുകാരും ഒക്കെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അവരെയും കൂടി അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് വരുമാനം കിട്ടുന്ന രീതിയിലും അതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴുള്ള ഭരണസമിതിയുടെ ഇനിയും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരു മീറ്റിംഗും കൂടി ഇരുന്ന് അതെന്തെല്ലാമെന്ന് തീരുമാനിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇറച്ചി വിൽപ്പന ഉൾപ്പെടെ ഇങ്ങോട്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. നിലവിൽ ഇറച്ചി വിൽപ്പനയൊക്കെ നടത്തുന്നത് സമീപത്ത് ആ ഒരു ഇടുങ്ങിയ സ്ഥലത്താണ്, താങ്കൾക്ക് അറിയാമല്ലോ. അതെ, അവർക്ക് വിശാലമായ ഒരു സൗകര്യം എന്തായാലും ഇറച്ചി മാർക്കറ്റിന് വേണമെന്നൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു പ്രത്യേകമായി വിവാദം ചെയ്യാമെന്നാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതൊക്കെ നല്ല ചർച്ചയിലൂടെ, കാരണം അവരിൽ കൂടി നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അവർക്കാണ് ഇതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ മുന്നിൽ പറഞ്ഞതുപോലെ ഇതിന്റെ ശോച്യാവസ്ഥയും മറ്റുമൊക്കെ മാറ്റി നമ്മൾ ജനങ്ങളെയും കൂടി ആകർഷിക്കുന്ന രീതിയിൽ അതിന് എല്ലാ സഹായങ്ങളും നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും മറ്റേ ഈ പറഞ്ഞ പോലെ ഹോൾസെയിലറുടെ ഭാഗത്തുനിന്നും ഒക്കെ മാർക്കറ്റ് വൃത്തിയാക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ മുനിസിപ്പൽ തൊഴിലാളികളുടെ കുറച്ച് അഭാവം ഉണ്ടെങ്കിലും അവര് ഇപ്പൊ മാസ് ക്ലീനിങ് അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോ ടെമ്പററി ആയി 2 ആളെ വെക്കാന്നുള്ളൊരു തീരുമാനം കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതേപോലെ ഹോൾസെയിലുകാർ അവരുടെ സ്വന്തം ചെലവിൽ അവിടെ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ സാഹിർ പാലക്കൽ, ഈ മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വരും ദിവസങ്ങളിൽ ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നിലവിൽ തലശ്ശേരി മത്സ്യ മാർക്കറ്റിൽ കച്ചവടം ഇടിയാനുണ്ടായതിൻ്റെ കാരണം ഈ ഒരു കാര്യം മാത്രമാണോ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ രീതിയിലൊക്കെ പ്രചരണം നടക്കുന്നത് കാണാറുണ്ട് ഈ തലശ്ശേരി മത്സ്യ മാർക്കറ്റിനെതിരെയൊക്കെ. താങ്കൾ തന്നെ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അതിന് എതിരായിട്ട് മത്സ്യ മാർക്കറ്റിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് താങ്കൾ തന്നെ വീഡിയോ ഒക്കെ ഇടുന്നത് ഞാൻ കാണാറുമുണ്ട്. ഈ മത്സ്യ മാർക്കറ്റിലെ ഈ കച്ചവടം കുറയാനുള്ള കാരണം ഈ ഒരു ശോച്യാവസ്ഥ മാത്രമാണോ? അല്ല, ഒന്ന് ഈ ശോച്യാവസ്ഥയാണ്. 2, നമ്മുടെ നഗരങ്ങളിൽ തന്നെ വിവിധ സ്റ്റാളുകൾ വരുമ്പോൾ ജനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ മത്സ്യ മാർക്കറ്റിലാകുന്ന പ്രശ്നം വിലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. വില അതാത് പുതിയ ഫ്രഷ് മീനിന് അതിന്റെ വില കൊടുക്കണം. അത് വില അറിയണമെങ്കിൽ വാങ്ങുന്നിടത്ത് പോയാലാണ് വില അറിയാം. അതുകൊണ്ട് അതും ഒരു പ്രശ്നമായി കണക്കിലെടുക്കുന്നില്ല. മറിച്ച് നമ്മുടെ എരിയോടി പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തും അനധികൃതമായിട്ടുള്ള മത്സ്യവില്പന നടത്തുകയാണ്. ഇത് ഞങ്ങള് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളശ്ശേരിയിൽ ഇത് നടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ ജനങ്ങള് അവർക്ക് പോകുന്ന പോക്കില് വാങ്ങിക്കാൻ പറ്റുന്ന മത്സ്യം എന്ന നിലക്ക് തന്നെ അവർ പോകും. ഇവിടെ വന്ന് ചലിച്ചപ്പെട്ടണ്ട മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ. ആ ഒരു സംവിധാനം അതിലേക്ക് വരും. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മറ്റൊന്ന് പറയാനുള്ളത് ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാലാകാലമായി ഇന്ന് വരെ മാർക്കറ്റിൽ ഒരു കണ്ടീൻജന്റ് ജീവനക്കാരൻ കയറിയിട്ട് ശുചിയാക്കിയിട്ടില്ല. അത് മാർക്കറ്റ് തൊഴിലാളികൾ തന്നെയാണ് ശുചിയാക്കുന്നത് എന്നുള്ളത് ഷബീറിനടക്കം അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോഴ് 2 ആഴ്ച മുമ്പാണ് നമ്മള് പണം കൊടുത്ത് കറക്റ്റ് ചെയ്ത് ഒരുപാട് വേസ്റ്റുകൾ നമ്മൾ പൊക്കിറ്റ് വെച്ചതിന് ശേഷമാണ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, ബഹുമാനായ ചെയർമാൻ ഇടപെട്ട് വളരെ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് അത് മാറ്റുന്നതിനുള്ള അവസ്ഥ ഉണ്ടായത്. അത്ര കണ്ടീൻ ജീവനക്കാരില്ല. കണ്ടീൻജന്റ് ജീവനക്കാര് സ്ഥിരമായി 2 പേരെ മാർക്കറ്റിനകത്തും പുറത്തും ഇപ്പൊ വരുന്ന 2 ജീവനക്കാരുണ്ട്. അവര് മാർക്കറ്റിന് പുറത്ത് മാത്രമാണ് ചെയ്യുന്നത്. മാർക്കറ്റിന് പുറത്ത് മാത്രം പോരാ. ഷബീർ സാഹിബിനോട് നമുക്ക് പറയാനുള്ളത്, മാർക്കറ്റിന് പുറത്ത് മാത്രം പോരാ, മാർക്കറ്റിനകത്ത് വൃത്തിയാക്കാനുള്ള ഒരു സംവിധാനം കൂടി നിങ്ങൾ ചെയ്തല്ലോ. അപ്പോൾ ജനങ്ങളൊക്കെ വരും. ജനങ്ങളൊക്കെ ആകർഷിച്ചുകൊണ്ട് മത്സ്യം വാങ്ങാൻ വരും. ആധുനിക രീതിയിൽ ഇപ്പൊ കോഴിക്കോട്
കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് 55 കോടി രൂപ മുതലിട്ടിട്ടാണ് ഗവൺമെന്റ് സംവിധാനം. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടി, സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടോടുകൂടി കോർപ്പറേഷൻ അതിന്റെ കർമ്മം നിർവഹിച്ചു. ഞാൻ അടക്കം അതിൽ പങ്കെടുത്ത ഒരാളാണ്. അത് വലിയ വിഭാവനം ചെയ്തുകൊണ്ട് ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റാണ് അവിടെ സംവിധാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സംവിധാനിച്ചാൽ ഇവിടെ കേന്ദ്ര ഫണ്ട് കിട്ടും, സംസ്ഥാന ഫണ്ട് കിട്ടും, മുനിസിപ്പൽ ഫണ്ട് കിട്ടും. അതുപോലെ തന്നെ MP-യും MLA-മാരൊക്കെ ഇടപെട്ടാൽ ഈ ഫണ്ട്, നമുക്ക് യാതൊരു സംശയവുമില്ല, എല്ലാവരും ഇടപെട്ടാൽ ഫണ്ട് കിട്ടും. ആ ഫണ്ടിന് പ്രകാരം മാർക്കറ്റ് ആധുനികവൽക്കരിക്കണം. കേരളത്തിൽ തന്നെ നമ്പർ 1 മാർക്കറ്റാക്കി നമ്മുടെ മാർക്കറ്റ് മാറ്റാൻ കഴിയും. കാരണം നമ്പർ 1 മാർക്കറ്റായിരുന്നു നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്പർ 1 മാർക്കറ്റായിരുന്നു. കാലാകാലങ്ങളിൽ നമ്പർ 1 മാർക്കറ്റായിരുന്നു. ഇത്തരം 93 ലൈസൻസും 100-ൽ പരം തൊഴിലാളികളും, അങ്ങനെ 200-ൽ പരം തൊഴിലാളികൾ ഒരേ സമയത്ത് ജോലി ചെയ്യുന്ന ഒരു മാർക്കറ്റ് എവിടെയും കാണാൻ കഴിയില്ല. റീറ്റെയിൽ മാർക്കറ്റ് കാണാൻ കഴിയില്ല. അവിടെയാണ് ഇപ്പൊ നമ്മൾ ഈ ശോചാവസ്ഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശോചാവസ്ഥക്ക് പരിഹാരം കാണാൻ ജനങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിലുമുള്ള ഒരു മാർക്കറ്റ് സംവിധാനം ഉണ്ടാക്കിത്തരാൻ നമ്മുടെ മുനിസിപ്പൽ അധികൃതർ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാൻ. ശരി. ശ്രീ കെ ഹക്കീം, ഈ സാഹിർ പാലക്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തലശ്ശേരി മത്സ്യ മാർക്കറ്റിലെ കച്ചവടം കുറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള മത്സ്യ വിപണന സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതലും ആളുകൾ അങ്ങോട്ടൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം ആളുകളൊക്കെ തന്നെ മത്സ്യ മാർക്കറ്റിലേക്ക് വരാത്തത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പരിധിവരെ കച്ചവടം ഇടിയാനുണ്ടായ കാരണം. ഇത് എത്രമാത്രം നിങ്ങളുടെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്? മത്സ്യ റീറ്റെയിൽ മാർക്കറ്റുകളില് ഒന്ന് ഈ മെയിൻ കാര്യമായിട്ട് പറയാനുള്ളത്, ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ പിന്നെ തൊട്ട് സ്റ്റാളുകൾ, റോഡ് സൈഡിലും ഫുട്പാത്തുകളിലും സ്റ്റാളുകൾ ഒന്ന് കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ അവിടെ പോകുന്ന ഓരോ ആൾക്കും പോകുന്ന വഴിക്ക് സ്റ്റാളുകളിൽ കയറി മത്സ്യം വാങ്ങാൻ അതിനൊരു നിയന്ത്രണം എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് നമ്മുടെ മൊത്ത മത്സ്യ മാർക്കറ്റിന്റെ പ്രദേശം. മൊത്ത മത്സ്യ മാർക്കറ്റ് ഇന്ന് തലശ്ശേരി നഗരസഭയ്ക്ക് ഷബീർ സാഹിബ് പറഞ്ഞതുപോലെ പിന്നെ തലശ്ശേരി നഗരസഭയ്ക്ക് ഏറ്റവും 2ാം സ്ഥാനത്ത് മാർക്കറ്റിന്റെ തലശ്ശേരി നഗരസഭയുടെ വരുമാന കാര്യത്തിൽ ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന തലശ്ശേരി മൊത്ത മത്സ്യ മാർക്കറ്റാണ്. വലിയൊരു സംഖ്യ കൊടുത്ത് പ്രദേശത്ത് നമ്മൾ മാർക്കറ്റിനെ വിഭാവനം ചെയ്യുമ്പോൾ അതിന് കണക്കായ ഒരു സംവിധാനം നമുക്ക് ഇതുവരെ തലശ്ശേരി പിന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും പിന്നെ മറ്റുള്ള ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ത് തന്നെയായാലും ഈ ഒരു മേഖലയെ, കാരണം ജനങ്ങള് നമ്മുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഭക്ഷ്യപദാർത്ഥമായ ഈ ഒരു സാധനം നല്ല രീതിയിൽ ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വളരെ ചളിയുള്ള പ്രദേശത്ത് മറ്റുള്ളൊക്കെ ആ ഒരു അവസ്ഥയെ മാറ്റി നല്ല ആളുകൾ, ജനങ്ങള്, ഒരു വിദേശികൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മാർക്കറ്റിന് ഈ നേരെ പുറത്തേക്ക് നമ്മൾ 3 മണിക്കാണ് മത്സ്യ മാർക്കറ്റ് ഓപ്പൺ ആകുക. ഈ 3 മണിക്ക് തന്നെ മത്സ്യ മാർക്കറ്റ് കാണാൻ വരുന്ന വിദേശികളുണ്ട്. നമ്മുടെ ഈ മേഖലയിൽ പല വിദേശികളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ വരുമ്പോൾ അതിന് വൃത്തിയായ കൊണ്ടു നടക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ മാർക്കറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, മുൻപേ നഗരസഭയുടെ വികസനത്തിന് വേണ്ടി ഇറങ്ങിക്കൊടുത്ത ഒരു മാർക്കറ്റ് ഈ ഒരു 35 വർഷക്കാലമായിട്ട് യാതൊരുവിധ ഒരു അടിസ്ഥാന സൗകര്യങ്ങളും, ഒന്നുകിൽ ഒരു ടോയ്ലറ്റ് സംവിധാനം, അല്ലെങ്കിൽ പിന്നെ കൈകാലി കഴുകാനുള്ള വെള്ളത്തിന്റെ സംവിധാനം, അല്ലെങ്കിൽ നല്ല കൃത്യമായ വെളിച്ചം. ഇപ്പോ ഈ 35 വർഷത്തിനിടക്കാണ് ഒരു ഹൈമാസ് ലൈറ്റ് നമ്മുടെ മാർക്കറ്റ് സ്ഥാപിച്ചു. ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 3-4 മാസങ്ങളായി വാങ്ങിച്ചു വെച്ചിട്ട് ഇതുവരെ ലൈറ്റ് കത്തിയിട്ടില്ല. ഒരു 3-4 മാസത്തിനിടയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഹൈമാസ് ലൈറ്റ് കിട്ടിയത് കഴിഞ്ഞ 35 വർഷത്തിനിടയിലാണ്. ഒരു കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാളുണ്ട്. ആ സ്റ്റാള് ഏത് നിലയിൽ ഏത് സമയത്തും പൊളിഞ്ഞു വീഴാനിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരിക്കൽ ഇതേപോലെ പൊളിഞ്ഞു വീണതിന് ശേഷം നമ്മൾ തന്നെ നിർബന്ധമായി ഇടപെട്ട്, കാരണം അവിടെ നിർമ്മാണ പ്രവൃത്തിക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. കാരണം അവിടെ ഈ കോട്ടയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവൃത്തിക്ക് വളരെ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ആ ഒരു ഷെഡ് നല്ല രീതിയിൽ പണിയാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അത് സാധിച്ചിട്ടില്ല. കാരണം അങ്ങനെ താൽക്കാലിക ഷെഡ്, പിന്നെ ആസ്പെക്ട് ഷീറ്റുകൾ പാകി തൽക്കാലം ഒരു ഷെഡ് പായിത്തിരി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷെഡ് ഇന്നിപ്പോ പൊളിഞ്ഞു വീഴാനായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും ഇടയില്ലാത്ത ഒരു മൊത്ത മത്സ്യ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. രാവിലെ 1000-കണക്കിന് ആൾ വന്ന് മത്സ്യം വാങ്ങി മറ്റുള്ള പ്രദേശത്തുകൾ കൊണ്ടുപോയി ഈ റീറ്റെയിൽ ഔട്ട്ലേക്കുള്ള മാർക്കറ്റിലേക്കുള്ള മീന് പോലും ബാധിക്കുന്ന ഒരു പ്രദേശമാണ് തലശ്ശേരി മൊത്ത മത്സ്യ മാർക്കറ്റ്. അപ്പോൾ ഇതിനെയൊക്കെ ബാധിക്കാനുള്ള കാരണം നമ്മുടെ ഈ കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ, കാരണം നമ്മുടെ ഈ പിന്നെ വൃത്തിയും വെടുപ്പും, അത് ഇന്ന് എല്ലാ മേഖലകളും വൃത്തിയും വെടുപ്പുമായി. ഈ ഒരു മത്സ്യ മാർക്കറ്റിനെ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കപ്പെടുന്നത്?
അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കുന്നത്? അത് നമുക്കിതിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു വ്യക്തികൾ ചെയ്യുന്ന ഒരു പ്രദേശമല്ല. നഗരസഭ കൊല്ലത്തിൽ ഓപ്ഷൻ ചെയ്ത് തരുന്ന മാർക്കറ്റിന് അതിനെ നവീകരിക്കപ്പെടണമല്ലോ. ഇപ്പോ പിന്നെ ഷെബീർ സാഹിബ് പറഞ്ഞതുപോലെ ഒരു ക്ലീനിങ് നമുക്ക് ആരുമില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ക്ലീനിങ് തൊഴിലാളികളെ വെച്ചാണ് ഇപ്പൊ വൃത്തിയാക്കുന്നത്. അപ്പൊ അതിനിപ്പോ കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. വൃത്തിയാക്കാൻ നമ്മൾ പരമാവധി ഇപ്പൊ മെഞ്ഞാന്ന് ചെയർമാൻ വന്നപ്പോൾ തന്നെ ഞാൻ എന്നോട് പറഞ്ഞു ഈ വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ നിങ്ങൾ ഇത് വൃത്തിയാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ ഈ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടുപോയി ഇടുമ്പോൾ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി തരികയാണെങ്കിൽ പിന്നെ ഒരു വേസ്റ്റോ ഒരു മാലിന്യങ്ങളോ ഇടാതെ ഇരിക്കാനുള്ള ശ്രമം നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ അത് വൃത്തിയായി കൊണ്ടുനടക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം മുഴുവനായും നല്ല രീതിയിൽ ഭംഗിയാക്കി വൃത്തിയാക്കി തരികയാണെങ്കിൽ നമുക്ക് തലശ്ശേരിക്ക് മാത്രമല്ല, തലശ്ശേരിക്ക് ഇപ്പൊ ഇന്ന് തന്നെ തലശ്ശേരിയുടെ വരുമാനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് തലശ്ശേരി മൊത്ത മത്സ്യ മാർക്കറ്റാണ്. അത് 1ാം സ്ഥാനത്തേക്ക് ആക്കാനും നമുക്ക് സാധിക്കും. അത് ഈ രീതിയിൽ വൃത്തിയും വെടുപ്പുള്ള ഒരു മാർക്കറ്റാക്കി സ്ഥാപിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചെങ്കിൽ നമുക്ക് ഈ ഒരു പ്രദേശത്തെ അതുപോലെ മത്സ്യ വിപണന രംഗത്തും വലിയ കാരണം ബന്ധന കേന്ദ്രങ്ങൾ പലതും നല്ല മോഡിഫിക്കേഷനായി നല്ല രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ വിപണന കേന്ദ്രങ്ങൾ നിർബന്ധമായും ഈ രീതിയിലേക്ക് ഭംഗിയാക്കി, കാരണം ജനങ്ങൾ വന്നാൽ ഇഷ്ടപ്പെട്ട് മത്സ്യം വാങ്ങിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള നടപടി നമ്മുടെ ഭരണഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ശരി. ശ്രീ COT ഷബീർ, ശ്രീ സാഹിർ പാലക്കലും ശ്രീ K ഹക്കീമൊക്കെ ചൂണ്ടിക്കാട്ടിയത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഈ തലശ്ശേരി മത്സ്യ മാർക്കറ്റിൽ മാത്രമല്ല, തലശ്ശേരി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ മത്സ്യ വിപണന സ്റ്റാളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അത് അനധികൃതമാണോ അല്ലയോ എന്ന് നഗരസഭയ്ക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ച് നഗരസഭയുടെ അനുമതിയോടെയാണോ ഈ സ്റ്റാളുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്? ഈ സ്റ്റാളുകളൊക്കെ പരിശോധിക്കാൻ വേണ്ടി കഴിഞ്ഞ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായി നമ്മുടെ ഹെൽത്ത് വിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് എന്തായാലും വന്നിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ അനധികൃത സ്റ്റാളുകൾ എന്തായാലും മുനിസിപ്പാലിറ്റി എതിരാണ്. കാരണം ഇവരെ തൊഴിൽ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. തലശ്ശേരി മാർക്കറ്റിലെ തൊഴിലാളികളുടെ തൊഴിലുകൾ സംരക്ഷിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് ചില കാര്യങ്ങൾ എനിക്കങ്ങോട്ട് പറയാനുള്ളത്. കാരണം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ MLA അടക്കം സ്പീക്കർ അടക്കം വളരെ വലിയ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും നടന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഐമാസ് ലൈറ്റ് ഇതിനു മുമ്പ് അവിടെ സ്ഥാപിച്ചിരുന്നു. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേഗം തുരുമ്പെടുക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കടൽ പ്രദേശങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ തുരുമ്പെടുത്തതിന്റെ ഭാഗമായി കഴിഞ്ഞ കൗൺസിലർ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതും അവിടെ ഐമാസ് ലൈറ്റ് ഒരെണ്ണം പാസ്സായിട്ടുണ്ട്. അതേപോലെ അതിന്റെ വർക്ക് അതിന്റെ ടെൻഡർ ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരള കമ്പനിയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഇന്ന് MLA അടക്കം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെല്ലാം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി നാളെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മാർക്കറ്റിന്റെ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തും. പിന്നെ കുറെയൊക്കെ നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് മാർക്കറ്റ് കേരളത്തിലെടുത്ത ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥനയും കൂടി നടത്തുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അവർക്കും കൂടി ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു ഇതെല്ലാം നോക്കി. കാരണം വേസ്റ്റ് ഒക്കെ നമ്മള് ഇപ്പോൾ സാരിക്ക പറഞ്ഞ മാതിരി കഴിഞ്ഞ ദിവസം ഇവരെടുത്ത വേസ്റ്റ് നമ്മുടെ ചെയർമാൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഹരിത കർമ്മസേന കളക്ട് ചെയ്ത് കൊണ്ടുപോയത്. അതേപോലെ എല്ലാവരും വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ മാർക്കറ്റിലേക്ക് കുറെ ആളുകളെ ആകർഷിക്കാൻ കഴിയും. പിന്നെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. കാരണം വിപണന മേഖല കുറെ വൈഡായി. അതിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരിയിലെ ആളുകൾ വരുന്നതിന്റെ കുറവ് എന്തായാലും മാർക്കറ്റിലെ വ്യാപാരത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഞാനത് ഓരോന്നുള്ള രീതിയിൽ എനിക്ക് പറയുന്നത്. കാരണം പറഞ്ഞാൽ പല സ്ഥലത്തും വീടുകളിലടക്കം മത്സ്യം എത്തുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോ എൻ്റെ അടുത്ത പ്രദേശമാണ്. കാരണം കയ്യത്ത് പോലത്തെ പ്രദേശത്ത് വണ്ടികളിൽ വന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ എന്തായാലും ഉണ്ട്. കാരണം ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നഗരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ രണ്ടുപേരും സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്കൊരു കൂട്ടായ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ തീരുമാനം. കാരണം ഇപ്പൊ ചെയർമാൻ അടക്കം പല കാര്യങ്ങളിലും പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല് ഈ ഭക്ഷ്യവസ്തു വിൽക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്നാണ് തീരുമാനത്തിലാണ്. അത് കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതാണ് ഈ അവസരത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ സൂചിപ്പിച്ചു നേരത്തെ, മുൻ MLA മുൻ സ്പീക്കർ ശ്രീ എൻ ഷംസീർ വിഭാവനം ചെയ്ത വലിയൊരു പദ്ധതി മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് മത്സ്യ മാർക്കറ്റ് തലായി ഹാർബറിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക്
മുൻ MLA ശ്രീ എൻ ഷംസീർ പോയിരുന്നു. പക്ഷേ അതിന് വലിയ എതിർപ്പുകളൊക്കെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയോ അതോ ആ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമുണ്ടോ? ഇപ്പൊ ഇവിടെയുള്ള വിഷയം വെച്ചിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോഴത്തെ കാര്യത്തിൽ നമുക്കെന്താ തീരുമാനം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള മാർക്കറ്റ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാന്നാണ് നമ്മുടെ ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു വശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ കലായി ഹാർബർ അടക്കം അതിന്റെ ഭാഗത്തു നിന്നുള്ള വികസനം നടത്തണമെന്ന് മുൻ സ്പീക്കർ അടക്കം തീരുമാനിച്ചതിന്റെ ഭാഗമായി കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ വർക്ക് അതിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മുടെ മാർക്കറ്റിന്റെ ശോച്യാവസ്ഥ മാറ്റുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ നടന്ന സന്ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചതും അതേപോലെ തന്നെ സാഹിബ് അക്കിക്ക് ഒക്കെ മറ്റേ ചെയർമാനെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ ഇവിടെ നീക്കിയിട്ടുണ്ട്. അതിപ്പോ ഇന്ന് അടക്കം നമ്മൾ അതിന്റെ മാർക്കറ്റിന്റെ കാര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ അവസരത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നിലവിലുള്ള മത്സ്യ മാർക്കറ്റ് അവിടെ തന്നെ നവീകരിച്ച് നിലനിർത്താനാണ് തീരുമാനം. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനമൊന്നും നിലവിലില്ല. നിലവിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിനെ മാറ്റിയെടുക്കുക. കാരണം നിങ്ങളിപ്പോ പറഞ്ഞ ഈ വാർത്തയുടെ അടിസ്ഥാനം തന്നെ മാർക്കറ്റിന്റെ ശോച്യാവസ്ഥയാണ്. ഇപ്പൊ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ പറഞ്ഞ റീറ്റെയിലേഴ്സിനെ അടക്കം സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. കാരണം പിന്നീട് മറ്റേ കലായി ഹാർബറുമായി ബന്ധപ്പെട്ട് മറ്റേ ചില്ലറ മത്സ്യ മാർക്കറ്റുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പിന്നീടുള്ള വിഷയങ്ങളാണ്. എന്തായാലും നമ്മുടെ തീരുമാനം ഇപ്പോഴുള്ള മാർക്കറ്റിലുള്ള ഇപ്പോഴത്തെ എലക്ട്രിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുക എന്നതാണ് ഞങ്ങളിപ്പം മുന്നോട്ട് വെക്കുന്നത്. ശരി, ശ്രീ സാഹിർ പാലക്കൽ, മത്സ്യ മാർക്കറ്റിൻ്റെ നവീകരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുമെന്ന് ഷബീർ ഉറപ്പ് നൽകുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അതിന് വലിയ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിലവിലുള്ള മത്സ്യ മാർക്കറ്റ് നവീകരിച്ച് അവിടെ തന്നെ നിലനിർത്തണമെന്നാണോ അതോ മറ്റൊരു സ്ഥലത്തേക്ക് മത്സ്യ മാർക്കറ്റ് ആധുനിക സൗകര്യങ്ങളുടെ ഒരു സ്ഥലത്തേക്ക് മത്സ്യ മാർക്കറ്റ് മാറ്റുന്നതിനോട് യോജിപ്പുള്ള ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ അതോ എതിർപ്പാണോ? നമ്മൾ എതിർക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, തലശ്ശേരിയുടെ കണ്ണായ സ്ഥലത്ത് ജോലി ചെയ്തവരാണ് ഞങ്ങളൊക്കെ. ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സോഴ്സാണ്. അവിടെ അത് എടുക്കാൻ കാരണം ഈ തൊഴിലാളികളാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തൊഴിലാളി വിഭാഗം മാറി തന്നിട്ടുണ്ട് എങ്കിൽ അത് തലശ്ശേരിയിൽ മാത്രമാണ്. തലശ്ശേരിയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അന്നെടുത്ത തീരുമാനത്തിന്റെ പ്രകാരം അന്ന് അതിനോട് ഒത്തുകൂടിക്കൊണ്ടാണ് ട്രേഡ് യൂണിയനിസ്റ്റ് ആ തീരുമാനം എടുത്തത്. തലശ്ശേരിയുടെ വികസനം നമ്മുടെ വികസനമാണ്. വേറൊരു തൊഴിൽ മേഖലയും അങ്ങനെ തീരുമാനം എടുക്കില്ലായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ പച്ചക്കറി കച്ചവടക്കാർക്ക് ബദൽ സംവിധാനം കൊടുത്തത്. ഞങ്ങൾക്ക് തന്നത് എവിടെയാ? ഞങ്ങൾക്ക് കടലോരത്ത് തന്നിരിക്കുന്നത്. ആ കടലോരത്ത് നിന്നപ്പോ ഞങ്ങളൊരു ശണ്ടയും കൂടാതെ ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ തലശ്ശേരിയുടെ വികസനം മാത്രമാണ്. ഒന്ന്. രണ്ട്, ഇനി അവിടെ നിന്ന് പോയാൽ അത് പ്രായോഗിക തലത്തിന് യോജിക്കാവുന്നതല്ല, പ്രായോഗികമല്ല. ചില്ലറ മാർക്കറ്റ് വേറെ എവിടെ പോയാലും യോജിക്കാവുന്നതല്ല. അത് ടൗൺ ഏരിയയിൽ തന്നെ നിലനിൽക്കണം. ഇപ്പൊ കണ്ണൂര് സെൻട്രൽ മാർക്കറ്റ് ടൗൺ ഏരിയ ആണ്. അതുപോലെ തന്നെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് ടൗൺ ഏരിയ ആണ്. വടകര മാർക്കറ്റ് ടൗൺ ഏരിയ ആണ്. കൊയിലാണ്ട് മാർക്കറ്റ് ടൗൺ ഏരിയ ആണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും ഇതുപോലുള്ള മാർക്കറ്റുകൾ ടൗൺ ഏരിയകളെയാണ്. മലപ്പുറത്തിലൊക്കെ പോയ ടൗണിന്റെ ഹൃദയഭാഗത്താണ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൂചിപ്പിക്കട്ടെ, നമ്മുടെ ചർച്ച മത്സ്യ മാർക്കറ്റിന്റെ ശോച്യാവസ്ഥയാണ്. എന്നാൽ കൂടി താങ്കൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ നേരത്തെ ഷബീർ ഉൾപ്പെടെ സൂചിപ്പിച്ചു, ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നാൽ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വീട്ടിലെത്തിക്കുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഓൺലൈൻ വിപണനം ഈ മത്സ്യ വ്യാപാര മേഖലയിലേക്കും കടന്നു വരികയാണ്, കടന്നു വന്നിട്ടുമുണ്ട്. അത് സമീപഭാവിയിൽ വലിയ തിരിച്ചടി ഈ മത്സ്യ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകും. കാരണം ഈ തലശ്ശേരി മത്സ്യ മാർക്കറ്റിലേക്ക് ആളുകൾക്ക് ഒരു 4-വീലർ വാഹനം എടുത്ത് ഒരു കാർ എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ? കൃത്യമായ ഒരു സൗകര്യമുണ്ടോ? ചെറിയ ഇടുങ്ങിയ റോഡല്ലേ, ആളുകൾ വരാൻ മടിക്കും. അതിലും നല്ല വീടുകളിലേക്ക് കഴുകി വൃത്തിയാക്കിയ മത്സ്യം എത്തുന്നതല്ലേ നല്ലതെന്ന് ആളുകൾ ധരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അവർ മാർക്കറ്റിലേക്ക് കഷ്ടപ്പെട്ട് പോകേണ്ട സാഹചര്യമില്ല, വീടുകളിൽ മത്സ്യം എത്തുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ കൃത്യമായി നമുക്ക് വാഹനങ്ങൾ പോകാനും പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിൽ ഈ മത്സ്യ മാർക്കറ്റിലേക്ക് ആളുകൾ എങ്ങനെ വരും? അതൊരു വലിയ പ്രശ്നമല്ലേ?
തലശ്ശേരി നഗരമധ്യത്തിൽ തന്നെ ഈ മാർക്കറ്റ് വേണമെന്ന് താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം. തലശ്ശേരി മാർക്കറ്റിൽ പാർക്കിംഗ് ബേസ് ഉണ്ട്. അത് മുനിസിപ്പാലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. പാർക്കിംഗ് ബേസ് ഒരു എത്ര കാർ വെക്കാനുള്ള സംവിധാനമുണ്ട്, അതുപോലെ തന്നെ 2 വീലർ വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. അതൊന്നും ഒരു തകരാറുമില്ല. പിന്നീട് ഇപ്പൊ ഓൺലൈൻ, ഇപ്പോ നമ്മളെ സംഗതികളൊക്കെ പോകുന്നത് ഓൺലൈനിലാണ്. അത് മത്സ്യം മാത്രമല്ല, ഇറച്ചി പോകുന്നുണ്ട്, അനാദി സാധനങ്ങൾ പോകുന്നുണ്ട്, അങ്ങനെ നിരവധി സാധനങ്ങൾ ഓൺലൈനിലേക്ക് പോകുന്നുണ്ട്. അത് ഓൺലൈനിലേക്ക് നടക്കുന്നത് ഓൺലൈനിൽ. പക്ഷെ ഇത് ഫ്രഷ് മീൻ വാങ്ങിക്കാൻ വേണ്ടി വരുന്നവർ തീർച്ചയായും മാർക്കറ്റിലേക്ക് തന്നെ വരും. ഈ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ 250-ഉം 500-ഉം പിന്നെ ഒരു ഗ്രാമം മീൻ വാങ്ങിക്കാൻ വേണ്ടി വരുന്നവർ എങ്ങനെയാണ് തലായിലേക്ക് പോവുക? അത് പ്രായോഗികമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം തലശ്ശേരി ചില്ലറ മാർക്കറ്റ് ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടുന്ന നടപടിക്രമം ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ഇടപെട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന ഒരു നടപടിയും ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് കൂടി തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി. അവസാനമായി ശ്രീ കെ ഹക്കീം, താങ്കൾക്കും ഇതേ ഒരു അഭിപ്രായമാണോ? നിലവിലുള്ള മത്സ്യ മാർക്കറ്റ് അവിടെ തന്നെ നിലനിർത്തി നവീകരിച്ചാൽ മതി എന്ന അഭിപ്രായമാണോ? നിർബന്ധമായും ഞങ്ങൾ അതിനുവേണ്ടിയാണല്ലോ ഈ പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തിയത്. തലായി ഹാർബറിനകത്തേക്ക് മത്സ്യ മാർക്കറ്റ് മൊത്ത വിപണന കേന്ദ്രം മാറുക എന്നുള്ളത് നമ്മളോട് ആവശ്യപ്പെട്ടതാ. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. അവര് ഇങ്ങനെ വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലശ്ശേരി. കാരണം തലായി ഹാർബർ 100% ഒരു ഇന്ന് കേരളത്തിലെ മത്സ്യ ഹാർബറുകളിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു ഹാർബറാണ് തലായി ഹാർബർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഗവൺമെന്റിന്റെ ഒരു വരുമാനം വരാൻ വേണ്ടിയുള്ള മാർഗം തലശ്ശേരിയിലുള്ള മത്സ്യ മാർക്കറ്റ് അങ്ങോട്ടേക്ക് സ്ഥാപിക്കുക എന്നുള്ളത്. ഒരു മത്സ്യബന്ധന കേന്ദ്രങ്ങളിലും മത്സ്യ വിപണന കേന്ദ്രം നടപ്പിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു നിയമവും ഗവൺമെന്റിനില്ല. ഒരു ഗവൺമെന്റിന്റെ പഠനം തന്നെ നടത്തി കഴിഞ്ഞാൽ മത്സ്യം അവിടെ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം അവിടെ വിൽപ്പന നടത്താൻ മാത്രമേ അവിടെ അവകാശമുള്ളൂ. നമ്മുടെ വിപണന കേന്ദ്രം എന്ന് പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ തലായി ഹാർബറുകളിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം രാവിലെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം. അത് കാലങ്ങളായി തലശ്ശേരിയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു തലശ്ശേരിയിലെ മൊത്ത വിപണന കേന്ദ്രം. അത് ഇന്ന് ചുരുങ്ങി കുറഞ്ഞ അവസ്ഥയിലേക്ക് മാറിയിട്ട് ഇപ്പോഴുള്ള സ്ഥലത്ത് ഇപ്പോൾ തന്നെ ഒരു കണ്ടമാനം വാഹനങ്ങൾ വന്ന് മത്സ്യ വിപണനം നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തെ ആ ഒരു സ്ഥലത്ത് തന്നെ നിർബന്ധമായും ആക്കിത്തരണം. കാരണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സമരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു നഗരസഭയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഇതും ഉണ്ടായില്ല. കാരണം ഇവിടുന്ന് മാറണമെന്നോ അല്ലെങ്കിൽ തലായിലേക്ക് പോകണമെന്നൊന്നുമില്ല. നമ്മുടെ ബഹുമാന്യ സ്പീക്കർ ഈ ഒരു വിഷയം തലശ്ശേരിയുടെ നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു തലശ്ശേരി മത്സ്യ മാർക്കറ്റുകൾ അങ്ങോട്ടേക്ക് സ്ഥാപിക്കും എന്നുള്ള വീരമായ പ്രസംഗങ്ങളും മറ്റുകളൊക്കെ നടത്തിയിരുന്നു. തലശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നോ മറ്റുള്ള കാര്യത്തിൽ നിന്നോ നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു വിവരമോ കാര്യമൊന്നുമില്ല. എന്ത് തന്നെയായാലും ഈ ഒരു പ്രദേശത്തെ തലശ്ശേരിയുടെ ഇന്ന് നഗരസഭയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ മത്സ്യ മാർക്കറ്റിനെ അത് നല്ല രീതിയിലേക്ക് ആക്കി തരുവാൻ. കാരണം ഇന്ന് ഇപ്പൊ 2ാം സ്ഥാനത്താണ് നമ്മളുള്ളത്. അത് 1ാം സ്ഥാനത്തേക്ക് ആക്കാൻ നഗരസഭ വിചാരിച്ചാൽ സാധിക്കും. 1ാം സ്ഥാനമാർക്കാണ് ശ്രീ ഹക്കീം. 1ാം സ്ഥാനമാർക്കാണ് 1ാം സ്ഥാനം പുതിയ ബസ് സ്റ്റാൻഡാണ് തലശ്ശേരിയുടെ ഏറ്റവും വലിയ വരുമാനം. അപ്പൊ 2ാം സ്ഥാനത്ത് നമ്മളല്ല ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ 1ാം സ്ഥാനത്തേക്ക് ആക്കണമെങ്കിൽ അതിന് കണക്കായ സൗകര്യങ്ങൾ നഗരസഭ വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കും. അതിനുള്ള ഫണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വലിയൊരു സർക്കാരിന്റെ ഭാഗത്ത് ഫണ്ട് കിട്ടും. അത് നഗരസഭയും കൂടി ഒന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കാൻ പറ്റും. ശരി, അവസാനമായി ശ്രീ COT ഷബീർ, എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ. ഇതിന് തലശ്ശേരിക്ക് ഏറ്റവും വലിയൊരു ശാപമായി കിടക്കുന്ന തലശ്ശേരിയുടെ തീരപ്രദേശം കംപ്ലീറ്റ് കടലെടുത്തോണ്ടിരിക്കുക. അവിടെ ഒരു കല്ലോ കാര്യങ്ങളോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ശ്രീ കെ ഹക്കീം മുൻ സ്പീക്കർ അങ്ങനെ ദീർഘവീക്ഷണത്തോടെ ഈ മത്സ്യ മാർക്കറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന അഭിപ്രായം വെച്ചിട്ടുണ്ടാവുക. ഈ ഒരു പ്രദേശത്ത് ഒരു 255 മീറ്റർ കല്ലിട്ട് കടലിനെ തീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി 7,65,65,00,000 രൂപ ഇപ്പൊ ഗവൺമെന്റ് ഓർഡർ ആയിട്ടുണ്ട്. അതിന്റെ ഓർഡറിന്റെ പേപ്പറൊക്കെ എന്റെ അടുത്തുണ്ട്. 7,65,00,000 രൂപ 255 മീറ്റർ നീളത്തിന് ആ ഭാഗത്ത് കടൽ ഭിത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അപ്പൊ അത് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ കടൽ ഭിത്തി കെട്ടിച്ച് അതിനോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ കോൺക്രീറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലശ്ശേരി മത്സ്യ മാർക്കറ്റ് നല്ല രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. ശരി, അവസാനമായി ശ്രീ COT ഷബീർ, എന്തായാലും മത്സ്യ വ്യാപാരികൾക്കും വിതരണ തൊഴിലാളികൾക്കും ഒന്ന് തന്നെ മത്സ്യ മാർക്കറ്റ് ഹാർബറിലേക്ക് മാറ്റണമെന്ന ഒരു
ആ അഭിപ്രായത്തോട് ഒട്ടും യോജിപ്പില്ല. നമുക്ക് നിലവിൽ മത്സ്യ മാർക്കറ്റ് നവീകരിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ഒരു ആവശ്യം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുമോ നഗരസഭ? എന്തായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും അത് എസ്റ്റിമേറ്റ് വന്നതിന്റെ പുറത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അതിന്റെ ഫണ്ട് അലോട്ട്മെന്റ് എങ്ങനെയൊക്കെയാണ് എന്ന് തീരുമാനിക്കുക. അത് ബഹുമാനപ്പെട്ട ചെയർമാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അവരൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കുക. പിന്നെ ഇതുപോലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങളിൽ പറഞ്ഞ ഇപ്പൊ ഹാർബർ മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ട് ഗോപാലപ്പെട്ട ഫിംഗർ ജെട്ടി അടക്കമുള്ള വൻ പദ്ധതികളാണ് കഴിഞ്ഞ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട സ്പീക്കർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതെന്തായാലും അതിന്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഫണ്ട് അലോട്ട്മെന്റ് നടന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശങ്ങൾ. നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്താണ് വികസനങ്ങൾ കൂടുതൽ വാങ്ങലിൽ വരെ. ഇപ്പോ ഏതായാലും നമ്മുടെ ഈ ചർച്ച മാർക്കറ്റിലെ ശോച്യാവസ്ഥ ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്കിപ്പോ ഒരേ ലക്ഷ്യമാണ് എല്ലാവർക്കും. കാരണം ഇപ്പൊ നിലവിലുള്ള സ്ഥിതി മാറ്റി കുറച്ചുകൂടി മുന്നോട്ടേക്ക് നമ്മുടെ ചില്ലറ മത്സ്യ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുവരുവാനാണ് ഇപ്പോ നമ്മൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ 2 വർഷമായി ചെയർമാനും അതേപോലെ തന്നെ കഴിഞ്ഞ തവണ വൈസ് ചെയർമാനും നമ്മുടെ ഹെൽത്ത് വിങ്ങും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങും ഒക്കെ അവിടെ സന്ദർശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ അതിന്റെ എസ്റ്റിമേറ്റ് അടക്കം എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ കൂടുതലായി ചെയ്യാൻ പറ്റുക, മുകളിലുള്ള നിലകൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നൊക്കെ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തായാലും കൂടുതൽ സ്പീഡോടുകൂടി തന്നെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി. തലശ്ശേരി നഗരസഭയുടെ മത്സ്യ മാർക്കറ്റിലെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നഗരസഭയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ നവീകരണ പ്രവൃത്തികൾ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തലശ്ശേരി മത്സ്യ മാർക്കറ്റിന് ശാപമോക്ഷമാകുമോ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ COT ഷബീർ, ശ്രീ സാഹിർ പാലക്കൽ, ശ്രീ K ഹക്കീം 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഓപ്പൺ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.